സാറേ GCD ടോക്കണില് ബേസിക് പ്ലാനും പ്രീമിയം പ്ലാൻ ഉണ്ടല്ലോ, അപ്പൊ അതിനെ പറ്റി ഒന്ന് പറയാമോ? അതായത് ക്രിപ്റ്റോ കറൻസിയിൽ വളരെ വിരളമാണ് ഇങ്ങനെ രണ്ട് പ്ലാൻ ഒരേ സമയത്ത് ഒരു ബ്ലോക്ക് ചെയിനിൽ വർക്ക് ചെയ്യാൻ നോക്കും. അപ്പോൾ ബേസിക് പ്ലാൻ എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ നമ്മൾ ട്രേഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കും. അപ്പോൾ ട്രേഡിംഗ് എന്ന് പറയുന്നത് എന്താ? നമ്മൾ വില കുറയുമ്പോൾ വാങ്ങിച്ചു വെക്കുന്നു, വില കൂടുമ്പോൾ വിൽക്കുന്നു. ഇതാണ് ട്രേഡിങ്. ഇപ്പൊ ബിറ്റ് കോയിൻ ആണെങ്കിലും അത് തന്നെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ്. അപ്പൊ ഇവിടെ നമ്മൾ ആ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ബേസിക് പ്ലാനിലെ ടോക്കൺ. അതായത് വില കുറയുമ്പോൾ വാങ്ങിച്ചു വെക്കാം, വില കൂടുമ്പോൾ വിൽക്കാം, ആൾക്കാരുടെ ഇഷ്ട സമയത്ത് വിൽക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ആ ടോക്കൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഉൽപ്പന്നങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റും. ആ ലെവലിലേക്ക് വരണമെങ്കിൽ നമ്മുടെ സ്വന്തം എക്സ്ചേഞ്ച് വരുന്ന സമയത്ത് നമുക്കത് പ്ലാൻ ചെയ്ത് ആൾക്കാർക്ക് ഒരു പർച്ചേസിങ് സിസ്റ്റം കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ പർച്ചേസിങ് സിസ്റ്റം കൊണ്ടുവരുമ്പോൾ അവിടെ കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മളെല്ലാ ഉൽപ്പന്നങ്ങളും കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് ആണ് വരുന്നത്. ഡയറക്റ്റ് നമ്മുടെ സൈറ്റിലേക്ക് വരുന്നതുകൊണ്ട് ഇടനിലക്കാരനും ആരും ഇല്ലാണ്ട് ഡയറക്റ്റ് ഉൽപ്പന്നങ്ങൾ കിട്ടുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ലാഭത്തിന്റെ ഒരു വിഹിതം നമ്മളെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആളുകൾ കൂടും. അതായത് നമുക്ക് ഒരു ഉൽപ്പന്നത്തിന് 1,00,000 രൂപയുടെ ഒരു സാധനം വാങ്ങിക്കുമ്പം നമുക്കൊരു 3,000 രൂപ ലാഭം കിട്ടുന്ന വിചാരിക്കുക. അപ്പൊ 1000 ടോക്കൺ എന്ത് ചെയ്യും? ഈ കസ്റ്റമർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും. ഈ പ്രൊജക്റ്റ് ആരാണോ നമ്മുടെ സൈറ്റിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് അവർക്കൊരു 1000 രൂപ കിട്ടും. ഇങ്ങനെ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഒരു ഭാഗം കമ്പനിക്ക് കിട്ടും. അപ്പൊ ഒരു ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരു ബിസിനസ്സിലേക്ക് വരുമ്പം പല ഭാഗത്തും നടക്കുന്ന ട്രാൻസാക്ഷൻ വഴി കമ്പനിക്ക് നല്ലൊരു വരുമാനം വരും. അതുപോലെ തന്നെ ഈ പറഞ്ഞ കസ്റ്റമർക്ക് വില കുറച്ച് വാങ്ങിക്കാൻ പറ്റും. 1,00,000 രൂപയുടെ സാധനത്തിനകത്ത് വില കുറച്ച് ഇവർക്ക് സാധനം വാങ്ങിക്കാൻ പറ്റും. പിന്നെ കമ്പനിക്കാരന് എന്റെ നേട്ടം എങ്ങനെയാണെന്ന് വെച്ചാൽ കമ്പനിക്കാരന് 1,00,000 രൂപയുടെ സാധനം വിറ്റപ്പോൾ 1,00,000 രൂപ ക്യാഷ് മേടിച്ചെന്ന് വിചാരിക്കാം. ഈ ക്യാഷ് ആണെങ്കിൽ അത് നമ്മുടെ ബാങ്കിൽ കിടന്നാൽ 1,00,000 രൂപയ്ക്ക് അത്ര പലിശ കിട്ടും, തുച്ഛമായ പൈസ കിട്ടും. പക്ഷെ 1,00,000 രൂപയുടെ GCD ടോക്കൺ ആണ് വാങ്ങിക്കണമെങ്കിൽ ടോക്കണിന്റെ മൂല്യം ഒരു ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ഒരു ഡോളർ വർദ്ധിച്ചാൽ 1,00,000ന്റെ ഭാഗത്ത് 2,00,000 രൂപയായിരിക്കും അവരുടെ ലാഭം. അപ്പൊ മാനുഫാക്ചറിങ് യൂണിറ്റുകൾക്ക് ഏറ്റവും വലിയ ഒരു ബെനിഫിറ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമായിരിക്കും ഈ പറഞ്ഞ നമ്മുടെ GCD മാർട്ട് വഴി ഉൽപ്പന്നങ്ങൾ വിൽക്കുക എന്നുള്ളത്. ഇപ്പൊ ഇത് ആമസോണോ ഫ്ലിപ്കാർട്ടോ ഇന്ത്യ മാർട്ടോ മീഷോയോ ഒരു കമ്പനിക്കും നമ്മുടെ സ്ട്രാറ്റജി പോലെ ചെയ്യാൻ പറ്റില്ല. അപ്പം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്ന ആൾക്കാർക്ക് ഈ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചെന്നാൽ അവർക്ക് വലിയ നേട്ടമായിരിക്കും. അതിൻ്റെ ഒരു പ്രധാന കാര്യം, ഒരു 10,00,000 രൂപ വിലയുടെ ഒരു മിഷനറി നമ്മുടെ സൈറ്റിലുണ്ടെങ്കിൽ അത് ഇന്ത്യ മാർട്ടിലുണ്ടാവും, അല്ലെ മറ്റു സൈറ്റുകളിലൊക്കെ കിട്ടുമായിരിക്കും. പക്ഷെ അവിടെ നമുക്ക് വില കൊടുത്ത് വാങ്ങിക്കാനേ പറ്റൂ. വേറെ നേട്ടം കമ്പനിക്കാരനല്ല. അപ്പോൾ 10,00,000 രൂപ വിലയുള്ള സാധനം 10,00,000 രൂപയ്ക്ക് വിൽക്കുന്നു, അതിന് ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ ഡിസ്കൗണ്ട് കൊടുക്കുന്നു. അതിൽ കൂടുതൽ കമ്പനിക്കാരന് നേട്ടമില്ല. പക്ഷെ ഇവിടെ നമ്മുടെ GCD ടോക്കൺ മേടിച്ചാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ $1 അല്ലെങ്കിൽ ഒരു ആഴ്ച കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ വ്യത്യാസം വന്നാൽ അത്ര ഇരട്ടി പൈസയാണ് അവർക്ക് കിട്ടുന്നത്. അത് തന്നെയാണ് കസ്റ്റമർക്ക് കിട്ടുന്നത്. കസ്റ്റമർക്കും എന്താ 10,00,000 രൂപയുടെ വിലയുള്ള സാധനം അവന് വേണമെങ്കിൽ നമുക്ക് കിട്ടുന്ന ലാഭം ഉണ്ടല്ലോ, ആ ലാഭം അവന് ടോക്കണായിട്ട് കൊടുക്കും. അപ്പൊ നമ്മൾക്ക് കിട്ടുന്ന പൈസയുടെ പിന്നെ ലാഭം ഈ കസ്റ്റമർക്ക് ടോക്കണായിട്ട് കൊടുക്കുമ്പോൾ ഈ ടോക്കൺ കൊണ്ട് അവൻ എല്ലാ പ്രൊജക്ടിന്റെ ലാഭവിഹിതവും ടോക്കണിന്റെ മൂല്യം വർദ്ധിച്ച് ഈ മേടിച്ച 10,00,000 രൂപയെക്കാളും കൂടുതൽ ആസ്തി ഒരു 10-15 വർഷം കഴിയുമ്പോൾ അവർക്കുണ്ടാവും. അപ്പൊ ഈ സംവിധാനവും നമ്മുടെ ഈ പ്ലാറ്റ്ഫോമാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതാണ് നമുക്ക് ഒന്ന് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, ഈ ബേസിക് പ്ലാനിലാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. അടുത്ത പ്രീമിയം പ്ലാൻ എന്ന് പറയുമ്പോൾ നമുക്ക് 10ഓളം പ്രൊജക്ട് ഉണ്ട്. ആ 10ഓളം പ്രൊജക്റ്റിൽ നമുക്ക് 3 വർഷത്തെ സ്റ്റേക്കിംഗ് പീരീഡാണ്. അപ്പൊ നമുക്ക് ഈ 10ഓളം പ്രൊജക്റ്റിനകത്തുള്ള ലാഭവിധം ഈ ടോക്കൺ എടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് അതിന്റെ ലാഭവിധം കിട്ടും. ഇപ്പോൾ 1ാം റാങ്ക്, അതായത് ഫസ്റ്റ് റാങ്കിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അത് 20 ടോക്കൺ 1,770 രൂപയുള്ളൂ. അത് നമ്മൾ മേടിച്ച് ഒരു ഷർട്ടിന്റെ പൈസയാവും. ആ 20 ടോക്കൺ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ മൊത്തം പ്രൊജക്ടിന്റെ 1% കിട്ടും. അത് 100 ടോക്കൺ ആണെങ്കിൽ മൊത്തം പ്രൊജക്ടിന്റെ ലാഭത്തിന്റെ 2%, 500 ആണെങ്കിൽ മൊത്തം പ്രൊജക്ടിന്റെ 3%. അങ്ങനെ 11ഓളം റാങ്കിനകത്തുണ്ട്. ഇനി പൈസയുള്ളവർക്ക് എത്ര വേണമെങ്കിലും വാങ്ങിക്കാം. അപ്പൊ അവർക്ക് അതിന്റെ റാങ്ക് അടിസ്ഥാനത്തിൽ അവർക്ക് അതിന്റെ ലാഭവിധം കിട്ടും. ഇപ്പൊ 5ാമത്തെ റാങ്ക് എന്ന് പറയുന്നത് 3,000 ടോക്കണാണ്. അപ്പൊ 5ാമത്തെ റാങ്കിൽ നിൽക്കുന്ന ആൾക്കാർക്ക് 5% ലാഭവിധം കിട്ടും. അവരാരുടെയും പുറകെ പോകണ്ട, മൊത്തം പ്രൊജക്ടിന്റെ ലാഭവിധം അവർക്ക് കിട്ടും. ഇനി സാമ്പത്തികം ഇല്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ 20 ടോക്കൺ എടുത്ത ഒരാളാണെങ്കിൽ അയാൾക്ക് കൂടുതൽ ആൾക്കാരെ ജോയിൻ ചെയ്യിക്കുന്ന വഴി ഈ റാങ്ക് അച്ചീവ് ചെയ്യാനും ആ വരുമാനം ഇവർക്കും ഒപ്പം കിട്ടും.
അതായത് 3000 ടോക്കൺ എടുത്ത ഒരു വ്യക്തി, ആ വ്യക്തി 3000 ടോക്കണിന്റെ പൈസ കൊടുത്ത് മേടിച്ചപ്പോൾ അദ്ദേഹം 5ാമത്തെ റാങ്കിലാണെന്നുണ്ടെങ്കിൽ ഈ 3000 ടോക്കൺ എടുപ്പിക്കാൻ സഹായിച്ച വ്യക്തിയും 5ാമത്തെ റാങ്കിൽ കിട്ടും. അപ്പൊ നമ്മുടെ ലാഭം ഇത് അവർക്ക് കിട്ടും. അപ്പൊ ഏതൊരു പാവപ്പെട്ടവനും ഇതിനകത്ത് വരുമാനമുള്ള ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പൊ ഒന്ന് ബേസിക്കും ഒന്ന് പ്രീമിയവും. അപ്പൊ ഈ പ്രീമിയം പ്ലാൻ എടുത്ത ആൾക്കാർക്കുള്ള ഗുണം എന്താ? നമ്മളുടെ വിവിധ മേഖലയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇതാണ് ഈ ബേസിക്കും പ്രീമിയം തമ്മിലുള്ള വ്യത്യാസം.